ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സ്വന്തം ചക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കട്ടാക്കി എടുക്കാം. ചക്ക കട്ടാക്കുന്ന സമയത്ത് ഇത് നമുക്കൊരു മീഡിയം പീസിൽ വേണം കട്ടാക്കി എടുക്കാൻ വേണ്ടി. വളരെ ചെറിയ പീസായി കഴിഞ്ഞാൽ നമ്മുടെ ചക്ക കുഴഞ്ഞിരിക്കും. ചക്ക മെഴുക്കുവരട്ടി വലിയ പീസായി കഴിഞ്ഞാലും അത് നന്നായിട്ട് വെന്ത് കിട്ടൂല. ആ കാരണത്തുകൊണ്ട് ഈ സൈസിൽ വേണം നമുക്ക് ചക്ക കട്ടാക്കി എടുക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ നമുക്ക് ചക്ക ഒരു പാനിലേക്ക് ഇടാം. അതിലേക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളം മതി. ചക്ക വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം മതി. അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ലിഡ് വെച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ചക്ക വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇളക്കി നോക്കാം. ചക്ക ഇപ്പോൾ ഹാഫ് കുക്ക് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു 5 മിനിറ്റും കൂടി ഇത് വേവിക്കാൻ വെക്കുന്നുണ്ട്. ചക്ക ഇവിടെ പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ വേണം നമ്മളുടെ ചക്ക വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചക്ക വല്ലാണ്ട് വെന്ത് ഒടിഞ്ഞു പോവും. ആ കാരണത്തുകൊണ്ട് ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു വലിയ സവോള ചെറുതാക്കി കട്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 10 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി കട്ടാക്കി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സാക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഉള്ളി ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. വല്ലാണ്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടീൻ്റെ പച്ചമണം പോണ വരെ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മളുടെ മുളക് പൊടി കരിഞ്ഞു പോവും. മുളക് പൊടീൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ബോൾ ചെറുകിയ നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചക്ക ആദ്യമേ വേവിച്ച കാരണത്തുകൊണ്ട് നമുക്ക് ഇതിലിട്ട് കുറേ നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാ മസാല ഇതിൽ നന്നായിട്ട് മിക്സ് ആവും. ലാസ്റ്റിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല. ലാസ്റ്റിലാണ് ഞാൻ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ചക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് ഉപ്പും എരിവും ചക്കേൻ്റെ ആ മധുരവും എല്ലാതുമുണ്ട്. അപ്പം നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചക്ക മെഴുക്കുവരട്ടിയും ഒരു അച്ചാറും ഒരു പപ്പടം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കറീൻ്റെ ആവശ്യമില്ല. ഈ ചക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.